നമുക്കിന്നൊരു ബീഫും കൊണ്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാൻ ബീഫ് വേവിച്ച് ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് മിക്സിയുടെ ജാറിൽ അധികം ഇതാവാണ്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമായ വെജിറ്റബിൾസ് ക്യാരറ്റ്, ക്യാപ്സിക്കം, തക്കാളി, ക്യാബേജ് ഇതെല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിനാവശ്യമായ ഉപ്പ്, കുരുമുളക് പൊടി, മയോണൈസ്, പിന്നെ ടൊമാറ്റോയുടെ കെച്ചപ്പ്, ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിനാവശ്യമുള്ളത്. നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം നമുക്കൊരു പാത്രത്തിലേക്ക് ബീഫ് വേവിച്ച് വെച്ചത് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ പച്ചക്കറികൾ ഓരോന്നായിട്ട് ക്യാരറ്റ്, ക്യാപ്സിക്കം, തക്കാളി, ക്യാബേജ് ഇതെല്ലാം ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മയോണൈസ് കുറേശ്ശെയായിട്ട് ഒഴിക്കുക. മയോണൈസ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഇളക്കാം. അതിനുശേഷം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ എരിവിന് ആവശ്യമായി കുരുമുളക് പൊടി. നമുക്കിതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെജിറ്റബിളിൻ്റെ നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഹലോ കൂട്ടുകാരെ, ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി. നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ച് നല്ലോണം മിക്സാക്കി വെക്കാം. ഞാനിവിടെ ബ്രെഡെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ടോസ്റ്റ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഗീ തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബ്രെഡിൻ്റെ ഓരോ വശവും നമുക്ക് മൊരിച്ചെടുക്കാം. ഇതിനകത്ത് ഇപ്പം നമ്മുടെ ഒരു വശം ബ്രെഡിൻ്റെ ഇത് മൊരിഞ്ഞ് കിട്ടിയുണ്ട്. ഇനി നമുക്കിത് മറിച്ചിടാം. ഹലോ കൂട്ടുകാരെ, ഇപ്പോൾ ഞാൻ ബ്രെഡ് ഇവിടെ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റിയിട്ട് നമുക്ക് വെജിറ്റബിൾസ് ഇതിൽ വെച്ച് കൊടുക്കാം. നമുക്കിപ്പോൾ വെജിറ്റബിൾസൊക്കെ ഇതിനകത്ത് വെച്ച് കൊടുക്കുക. ഇതിൽ കട്ടിയിൽ നമുക്കിതൊക്കെ വെച്ച് കൊടുക്കുക. ഇപ്പോൾ എല്ലാ വെജിറ്റബിൾസും ഞാൻ ഇതിനകത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലേക്ക് ഈ ബ്രെഡ് കഷ്ണം കൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ എല്ലാ വെജിറ്റബിൾസും വെച്ച് മുകളിലേക്ക് ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ ബ്രെഡും ഇതുപോലെ തന്നെ വെജിറ്റബിൾസ് വെച്ച് ഇതാക്കി എടുക്കുക. ഹലോ കൂട്ടുകാരെ, നമ്മുടെ എല്ലാ ബ്രെഡ് സാൻഡ്വിച്ചും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ വെജിറ്റബിൾസൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് പിള്ളേർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. നമുക്ക് ബീഫ് ഇല്ലെങ്കിൽ ചിക്കൻ ആണെങ്കിൽ അതായാലും, അല്ലെങ്കിൽ വെജിറ്റബിൾസ് മാത്രം ഉള്ളെങ്കിൽ അതായാലും നമുക്ക് വെച്ച് കൊടുക്കുക. പിള്ളേർക്ക് നല്ല ഒരു സാധനമാണ്. വെജിറ്റബിൾസ് ഉള്ളിലും ചെല്ലും. അപ്പോൾ എല്ലാവരും ഒന്ന് നേരം കിട്ടുമ്പോൾ ബ്രെഡൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം.